മഹത്വമുണ്ടാകട്ടെ. വേറിട്ട പഠനമെന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു വാക്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ലതും മനോഹരമായിരിക്കുന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. തിരുവചന പഠനത്തിലുള്ള ബന്ധത്തിൽ ഈ നിമിഷം ഞങ്ങളായിരിക്കുന്നല്ലോ കർത്താവേ. കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം ഏറ്റവും അനുഗ്രഹമായി തീർന്നുവെന്ന് വിശ്വസിക്കുന്നു. കർത്താവേ, സംസാരിപ്പാൻ അടിയനെ ബലപ്പെടുത്തണം. ദൈവനാമം മഹത്വം എടുക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാനുള്ള സ്തോത്രം യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വേറിട്ട പഠനമെന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. തിരുവചന പഠനത്തോടുള്ള ബന്ധത്തിൽ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുമ്പിലായിരിക്കുവാൻ കർത്താവ് കൃപ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടർന്ന് നിങ്ങളുടെ ധരിക്കുന്ന എല്ലാ സഹനങ്ങൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കപ്പെടാം. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് 111 സങ്കീർത്തനം, അതിൻ്റെ 11 വാക്യം. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധി ഉണ്ട് എന്നുള്ള വാക്യത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ, ചില വിഷയങ്ങൾ നമുക്ക് ചിന്തിക്കുവാനിടയായിത്തീർന്നു. അതിൻ്റെ അവസാനത്തെ ഭാഗമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ബുദ്ധി എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ചിന്തിക്കുവാനിടയായിത്തീർന്നത്. വേദപുസ്തക പ്രകാരം ബുദ്ധിയുള്ളവരെന്നും ബുദ്ധിയില്ലാത്തവരെന്നും മനുഷ്യരാശിയെ മുഴുവൻ തിരിച്ചിരിക്കുന്നു. ബുദ്ധിമാൻ്റെ ലക്ഷണങ്ങൾ, അങ്ങനെ തുടങ്ങി ചില കാര്യങ്ങൾ നാം തിരുവചനത്തിൽ നിന്നും ശ്രദ്ധിക്കുവാനിടയായിത്തീർന്നു. 1-2 ക്ലാസ്സും കൂടി ഈ വാക്യത്തുള്ള ബന്ധത്തിൽ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് അതിൻ്റെ ബാക്കി ഭാഗമായി ബുദ്ധി എന്നുള്ളതിനെക്കുറിച്ച് തന്നെ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ തിരുവചനങ്ങൾക്ക് നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ ബുദ്ധി തുറന്നു കിട്ടണം എന്നുള്ളതിനെക്കുറിച്ച് തിരുവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിനാധാരമായി ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 45 വാക്യം വായിക്കുന്നു. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു എന്ന് വായിക്കുന്നു. ലൂക്കോസ് 24:45 വായിച്ചത്. ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്നുകൂടെ വായിക്കുന്നു. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് എന്നുള്ള വാക്യത്തോടൊരു ബന്ധത്തിലാണല്ലോ നാം ഈ ക്ലാസ്സുകളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാന നിമിഷത്തിലേക്ക് വരുമ്പോൾ ബുദ്ധി എന്നതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു എന്നിപ്പോൾ ഓർപ്പിക്കുവാനിടയായിത്തീർന്നു. അങ്ങനെയെങ്കിൽ യഹോവ ഭക്തിയോടുകൂടി ദൈവവചനം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് തിരിച്ചറിയേണ്ടതിന് ദൈവം നമ്മുടെ ബുദ്ധിയെ തുറന്നു തരണം എന്നാണ് ഈ വാക്യത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് മനുഷ്യൻ്റെ ചരിത്രം മുതൽ, സൃഷ്ടിയുടെ ചരിത്രം മുതൽ നാം പരിശോധിക്കുമ്പോൾ മനുഷ്യൻ പാപത്താൽ വീണതിന് ശേഷം പല കുറവുകളും സംഭവിച്ച കൂട്ടത്തിൽ അവനിൽ ചില വാതിലുകൾ അടഞ്ഞു പോയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നാൽ അടഞ്ഞു എന്നുള്ള വ്യക്തമായുള്ള വാക്യം ഇല്ല എങ്കിലും ചില വാതിലുകൾ തുറക്കപ്പെടണം എന്ന് തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതായത് അടഞ്ഞു കിടക്കുന്ന വാതിലാണല്ലോ തുറന്നു വരേണ്ടത്. അപ്പോൾ മനുഷ്യ ജീവിതത്തിൽ പാപത്താൽ ചില വാതിലുകൾ അടഞ്ഞു പോകാനിടയായിത്തീർന്നു.
അതിന് സവിസ്താരമായുള്ള പഠനം ഈ ക്ലാസ്സിലെ ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ എടുക്കാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിലും ഈ വിഷയത്തോടനുബന്ധിച്ച് പ്രാരംഭ ക്ലാസ്സുകൾ എന്നുള്ള നിലപാടനുസരിച്ച് ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ നാം വായിച്ചു കേട്ടിരിക്കുന്നത് തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. അപ്പോൾ മനുഷ്യൻ്റെ പാപമുഖാന്തരം അടഞ്ഞു പോയതായിരിക്കുന്ന ചില വാതിലുകളിൽ ചിലത് തുറക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഏതൊക്കെ വാതിലുകളാണ് അടഞ്ഞു പോയിരിക്കുന്നത്, ഏതൊക്കെ അല്ലെങ്കിൽ ഏത് വാതിലുകളാണ് തുറന്നു വരേണ്ടതെന്നാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് ഇന്ന് മുതൽ നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിന് ആധാരമായി നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. 119 സങ്കീർത്തനം അതിൻ്റെ 18 വാക്യം. 119 സങ്കീർത്തനം 18 വാക്യം. വായിക്കാം. 119 സങ്കീർത്തനം 18 വാക്യം. നിൻ്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. 119 സങ്കീർത്തനം 18 വാക്യം. വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ അധ്യായം എന്നറിയപ്പെടുന്നതാണ് 119 സങ്കീർത്തനം. അതിൻ്റെ 18 വാക്യമാണ് വായിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 119 സങ്കീർത്തനത്തിലെ ഈ 18 വാക്യം ഇസ്രായേലിൻ്റെ ഒരു പ്രാർത്ഥനയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നെബൂഖദ്നേസർ രാജാവ് ഇസ്രായേൽ ജനതയുടെ ഒരു നല്ല പങ്ക് ആളുകളെയും യെരുശലേമിൽ നിന്നും ബാബിലോണിലേക്ക് പ്രവാസികളായി കൊണ്ടുപോയി. 70 വർഷമായിരുന്നു അവരുടെ പ്രവാസകാലം. അവരുടെ കഷ്ടതയുടെയും ഞെരുക്കങ്ങളുടെയും മധ്യത്തിൽ അവർ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനാ വാചകമാണ് നിൻ്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന്. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം പല രീതിയിലെ വേദപണ്ഡിതാക്കളുടെ ഇടയിൽ പല അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ അങ്ങനെ പല അഭിപ്രായങ്ങളും ഉണ്ട്. എന്നാൽ ഒരഭിപ്രായം ഇങ്ങനെയാണ് വായിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇങ്ങനെ ബാബിലോണിലേക്ക് പ്രവാസികളായി കൊണ്ടുപോയ ഇസ്രായേൽ ജനത്തെ അവരുടെ മടക്കിക്കൊണ്ടുവരുന്ന സമയത്ത് ദീർഘദൂരം യാത്ര ചെയ്യണമായിരുന്നു യെരുശലേമിൽ എത്തുവാൻ. ഏതാണ്ട് പഴയ കണക്കനുസരിച്ച് 528 മൈൽ യാത്ര ചെയ്ത് വേണം യെരുശലേമിലേക്ക് മടങ്ങി വരുവാൻ. അപ്പോൾ അവർ ദീർഘദൂരം സഞ്ചരിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ എബ്രായ അക്ഷരമാല അനുസരിച്ച് മകാരാതിക്രമത്തിലാണ് ഇത് വിഭജിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇരുപത്തിരണ്ട് കണ്ണികകൾ ഇതിനുണ്ട്. 22 കണ്ണികയിലും ഓരോ കണ്ണിക 3 ദിവസം കൊണ്ട് അവർ ചൊല്ലി 8 മൈൽ ദൂരം യാത്ര ചെയ്യും. അങ്ങനെ ആബാലവൃത്തമാളുകൾ ഉള്ളതുകൊണ്ട് അങ്ങനെ അവർ 22 കണ്ണിക തീരുമ്പോൾ, അതായത് 528 മൈൽ യാത്ര ചെയ്ത് യെരുശലേമിൽ വന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ അവരെ ചൊല്ലേണ്ടതിനു വേണ്ടി എഴുതിയ അവിടെ ഒരു പ്രാർത്ഥനാ വാചകമാണ് 119 സങ്കീർത്തനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. എന്തായിരുന്നാലും ചരിത്ര പശ്ചാത്തലമല്ല നമുക്ക് പ്രാധാന്യം. അവരെഴുതിയിരിക്കുന്ന വാക്യമാണ് നിൻ്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്നവർ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയിൽ നമുക്ക് ഈ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൈവവചനത്തിലെ ആത്മീയ സന്ദേശങ്ങളെയും
അതിൻ്റെ അത്ഭുതങ്ങളും അതിൻ്റെ അടയാളങ്ങളും ഒക്കെ നാം കാണണമെങ്കിൽ നമ്മുടെ കണ്ണുകൾ തുറന്നു കിട്ടണമെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതായത് നാം പുറമേ കാണുന്ന കണ്ണല്ല, ആത്മീയമായിരിക്കുന്ന കണ്ണ് തുറന്നു കിട്ടിയാൽ മാത്രമേ ദൈവവചനത്തിൻ്റെ ആഴങ്ങളെ കാണുവാനും അത് മനസ്സിലാക്കുവാനും ആ വചനത്തിൻ്റെ അത്ഭുതങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കണമെങ്കിൽ കണ്ണ് തുറന്നു കിട്ടണം. അതായത് ഒരു മനുഷ്യനിൽ തുറക്കപ്പെടേണ്ട വാതിലാണ് ഇന്ന് മുതൽ നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒന്നാമത് ഒരു മനുഷ്യനിൽ തുറന്നു കിട്ടേണ്ടത് കണ്ണ് തുറന്നു കിട്ടണമെന്ന് ആണ് ഇവിടെ വായിച്ചു കേട്ടിരിക്കുന്നത്. നിൻ്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമെന്നുള്ള വാക്യത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കണ്ണ് തുറക്കുക എന്നുള്ള വിഷയം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. മൊത്തം വിവരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, എങ്കിലും ഓടിച്ച് ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഈ വാക്യത്തിലെ പല വിഷയങ്ങളും കൂടെ 1-2 വിഷയങ്ങളിലൂടെ തീരാനുള്ളത് കൊണ്ട് പെട്ടെന്ന് മറ്റൊരു വിഷയത്തിലേക്ക് പോകേണ്ടതുകൊണ്ട്, അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ടതുകൊണ്ട് ചുരുക്കമായിട്ട് ഇതിനെ വിവരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത് ഒരു മനുഷ്യനിൽ തുറക്കപ്പെടേണ്ടത് കണ്ണ് തുറക്കുക എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 19-ാമത് വാക്യം. ഉൽപ്പത്തി പുസ്തകം 21-19 വായിക്കുന്നു. ഉൽപ്പത്തി 21-19 ഇങ്ങനെ വായിക്കുന്നു. ദൈവം അവളുടെ കണ്ണ് തുറന്നു, അവൾ ഒരു നീരുറവ് കണ്ടു, ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ചു ബാലനെ കുടിപ്പിച്ചു എന്ന് വായിക്കുന്നു. ഒന്നുകൂടെ പറയുന്നു. ദൈവം അവളുടെ കണ്ണ് തുറന്നു, അവൾ ഒരു നീരുറവ് കണ്ടു എന്ന് വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതലാണ് ഇതിൻ്റെ ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യഹോവയായ ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തതെന്തെന്നാൽ, നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. ഇങ്ങനെ ചില വാഗ്ദത്തങ്ങൾ ദൈവം അബ്രഹാമിനോട് പറയുവാനിടയിത്തീർന്നു. ഈ ചരിത്രം നമ്മൾ പ്രസംഗിക്കണമെങ്കിൽ ഈ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതലുള്ള ചരിത്രം നമുക്ക് വിവരിക്കേണ്ടതായിട്ട് വരും. ഓടിച്ച് ഞാൻ പോകാൻ താല്പര്യപ്പെടുന്നു. ഈ ഉൽപ്പത്തി പുസ്തകത്തെക്കുറിച്ച് പിന്നീട് നമുക്ക് പഠിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഞാനത് വിവരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. പ്രധാനപ്പെട്ട ഭാഗം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ഇവിടം മുതൽ വിവരിച്ച് ചരിത്രം നമുക്ക് മനസ്സിലാക്കുമ്പോൾ ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ച അബ്രഹാം ഈ 12-ാം അധ്യായം അതിൻ്റെ 10-ാമത് വാക്യം വായിക്കുമ്പോൾ, ദേശത്ത് ക്ഷാമം ഉണ്ടായി, ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് അബ്രഹാം മിസ്രൈമിലേക്ക് ചെന്ന് പാർപ്പാൻ അവിടേക്ക് പോയി എന്ന് വായിക്കുന്നു. അത് ആ യാത്ര നാം പഠിക്കുമ്പോൾ ദൈവഹിതപ്രകാരമല്ലാത്ത ഒരു യാത്രയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. തുടർന്നുള്ള ഭാഗങ്ങൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ അവർ മിസ്രൈമിലേക്ക് പോയി. മിസ്രൈമിൽ പാർത്ത് കൊണ്ടിരിക്കുമ്പോൾ അവർ വീട്ടിലെ ജോലിക്ക് വേണ്ടി ഒരു പെൺകുട്ടിയെ ദാസിയായിട്ട് എടുക്കാനെടുത്തിട്ട് 16-ാം അധ്യായത്തിൽ അബ്രഹാമിൻ്റെ ഭാര്യ സാറ മക്കളെ പ്രസവിച്ചിരുന്നില്ല. എന്നാൽ അവൾക്ക് ഹാഗാർ എന്ന പേരുള്ളൊരു മിസ്രൈമ ദാസി ഉണ്ടായിരുന്നു. ആ ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായിരുന്നാലും ഇങ്ങനെയാണ് പറഞ്ഞു, ഇനി നമുക്ക് കുട്ടികളില്ലല്ലോ, ദൈവത്തിൻ്റെ വാഗ്ദത്തം ഇനി ഇങ്ങനെയാണെങ്കിൽ അത് സംഭവിക്കട്ടെ എന്നുള്ള ആശയത്തിൽ അവളെ ഭാര്യയായിട്ട് എടുക്കുവാൻ പറഞ്ഞു. അങ്ങനെ അവളിലുണ്ടാകുന്ന ഒരു കുട്ടിയാണ് ഇസ്മായേൽ എന്നറിയപ്പെടുന്ന ആ വ്യക്തി. ചില നാളുകൾ കഴിഞ്ഞു അവൻ വളർന്നു വന്നു. ചരിത്രം നമുക്കറിയാം. 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടുള്ള 18-ാം അധ്യായം 19, 20 അധ്യായങ്ങളൊക്കെ നാം ചിന്തിക്കുമ്പോൾ പല പ്രശ്നങ്ങൾ ആ ഭവനത്തിലുണ്ടാകുവാനിടയിൽ ഇസ്മായേൽ
ഉണ്ടായതിനു ശേഷം വളരെ പ്രശ്നങ്ങളുണ്ടായി ഭവനത്തിൽ. വാഗ്ദത്ത സന്തതിയായിരിക്കുന്ന ഇസ്ഹാക്ക് ജനിച്ചു. അപ്പോൾ ജ്യേഷ്ഠാവകാശം ഇങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ അനുഗ്രഹമൊക്കെ ഇസ്മായിലിന് ലഭിക്കുമെന്നുള്ള കാര്യം സാറായിക്ക് മനസ്സിലായപ്പോൾ, ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം, എങ്കിലും അവിടുന്ന് പ്രശ്നമുണ്ടായി. എത്രയും പെട്ടെന്ന് ദാസിയും മകനെയും പുറത്തു വിടണമെന്ന് ആജ്ഞ വന്നു. പ്രശ്നം വലുതായപ്പോൾ അബ്രഹാം എന്ത് ചെയ്തു? ദൈവത്തോട് പ്രാർത്ഥിച്ചു. എങ്കിലും ദൈവം ഇടപെട്ടു. സാറ പറയുന്നത് പോലെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ആ ദാസിയായിരിക്കുന്ന ഹാഗാറിനെയും ഈ കുട്ടിയെയും അവിടുന്ന് ഭവനത്തിൽ നിന്ന് ഇറക്കി വിടുവാനിടയിൽ തീർന്നു. തുരുത്തിയിൽ വെള്ളവും ചില അപ്പങ്ങളും കൊടുത്ത് അവിടുന്ന് ഇറക്കി വിട്ടു. മരുഭൂമിയിൽ അവരെ വലിയതായിരിക്കുന്ന പ്രശ്നത്തിലൊന്നും ആഹാരമെല്ലാം അവരുടെ നിന്ന് തീർന്നുപോയി, വെള്ളവും തീർന്നുപോയി. കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞാൽ, ഇത് ഒരു കുഞ്ഞു കുട്ടിയൊന്നുമല്ല, എങ്കിലും ഒരു മാതാവിനെ സംബന്ധിച്ച് ആ കുട്ടിക്ക് എന്ത് പ്രായമാണെങ്കിലും അവനൊരു മകനാണ്, ഒരു കുട്ടിയാണ്. എന്തായിരുന്നാലും തൻ്റെ മകൻ്റെ മരണം എനിക്ക് കാണണ്ട, അതിനുള്ള ശക്തി എനിക്കില്ല എന്നുള്ള അർത്ഥത്തിൽ മകനെ അവിടെ കെട്ടിച്ചിട്ട് ഒരു അമ്പിൻപാട് ദൂരെ മാറിയെന്ന് ഹാഗാർ കരയേണ്ടതാണ് 21-ാം അധ്യായത്തിലെ ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ അവൾ പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ നിലവിളിക്കുവാനിടയായിത്തീർന്നു. അതിൻ്റെ 21-ാം അധ്യായം 15-16 വായിക്കുമ്പോൾ, തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൽ തണലിൽ ഇട്ടു. അവൾ പോയി അതിന് എതിരെ ഒരു അമ്പിൻപാട് ദൂരത്ത് ഇരുന്നു. കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്നു ഉറക്കെ കരഞ്ഞു. ദൈവം ബാലൻ്റെ നിലവിളി കേട്ടു. ദൈവത്തിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ചു അവളോട്, ഹാഗാറെ, നിനക്കെന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്നു അവൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക. ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ വാക്യമാണ് നമ്മുടെ ചിന്ത. ദൈവം അവളുടെ കണ്ണ് തുറന്നു. അവൾ ഒരു നീരുറവ് കണ്ടു. ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ചു ബാലനെ കുടിപ്പിച്ചു എന്ന് വായിക്കുന്നു. ഇവിടുന്ന് വായിച്ച് കേട്ടിരിക്കുന്നത്, അല്ല നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് ചരിത്രം 12-ാം അധ്യായം മുതൽ നാം വിവരിച്ചു വന്നിട്ട് ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ഈ ചരിത്രമെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ദൈവം അവളുടെ കണ്ണ് തുറന്നു, അവൾ നീരുറവ് കണ്ടു എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ അവരുടെ ഒരു സാഹചര്യവും അവിടെ ഇല്ല. അങ്ങനെ ഒരു ഉറവ അവിടെ പൊട്ടിപ്പുറപ്പെടുവാൻ സാധ്യമല്ലാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടെങ്കിലും ആ മനുഷ്യബുദ്ധിക്ക് അധീനമായി ദൈവം അവിടെ ഒരു നീരുറവ് തുറന്നു കൊടുത്തു. ദൈവം അത് കണ്ടു, അല്ലെങ്കിൽ അവൾ അത് കാണുവാൻ തക്കവണ്ണം ദൈവം അവളുടെ കണ്ണ് തുറന്നു എന്നാണ് വായിച്ചു കേട്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ആ നീരുറവ് കാണുവാൻ വേണ്ടി അവളുടെ ആത്മീയമായിരിക്കുന്ന കണ്ണ് തുറന്നപ്പോൾ അത് കാണുവാനായിട്ടിടയായി തീർന്നതുപോലെ തന്നെ ആത്മീയമായിരിക്കുന്ന കണ്ണുകൾ തുറന്നു കിട്ടിയാൽ മാത്രമേ നമുക്കും ഇതുപോലുള്ള ദൈവികമായിരിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് ആത്മീയമായി ചിന്തിക്കുവാനായിട്ടുള്ളത്. അടുത്തൊരു ഭാഗത്തേക്ക് നമുക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 17-ാമത് വാക്യം. 2 രാജാക്കന്മാർ 6:17 ഇങ്ങനെ വായിക്കുന്നു. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരൻ്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു എന്ന് വായിക്കുന്നു. ഇവിടുത്തെ വിഷയം നമുക്കറിയാം, ചുരുക്കി പറയാം. ആരാം രാജാവിൻ്റെ സൈന്യം എലീശ പ്രവാചകനെയും ബാല്യക്കാരനെയും നശിപ്പിക്കേണ്ടതിന് രാത്രിയിൽ വന്ന് പാളയമിറങ്ങിയതാണ് സന്ദർഭം. ബാല്യക്കാരൻ രാവിലെ സൈന്യത്തെ കണ്ട് ഭയപ്പെട്ടു. പ്രവാചകനോട് പറഞ്ഞു, നമ്മെ പിടിക്കുവാനായിട്ടിതാ ആരാം രാജാവിൻ്റെ സൈന്യം നമുക്ക് ചുറ്റും ഇവിടെ വന്നിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞു, സാരമില്ല, രാജാവിൻ്റെ സൈന്യത്തെക്കാൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സേനകൾ നമുക്ക് കാവലിനായി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അവൻ്റെ കണ്ണിന് ആത്മീയമായിരിക്കുന്ന കാഴ്ചപ്പാടില്ലാതിരുന്നുകൊണ്ട് അത് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. ആ സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ പ്രവാചകനായിരിക്കുന്ന എലീശ പ്രാർത്ഥിക്കുന്നതാണ് ഇവിടുത്തെ രംഗമെന്ന്. എന്താണ് പ്രാർത്ഥിച്ചത്? പിന്നെ എലീശ
യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണ് തുറക്കണമെന്ന് പറഞ്ഞ് യഹോവയോട് പ്രാർത്ഥിച്ച നിമിഷത്തിൽ യഹോവ ബാല്യക്കാരൻ്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയ രഥങ്ങളും കൊണ്ട് കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു എന്നാണ് വായിക്കുന്നത്. അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ കാവലുകളെയും ദൈവത്തിൻ്റെ പരിപാലനത്തെക്കുറിച്ചും കാണണമെങ്കിൽ നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറന്നു പ്രകാശിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ് ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഹാഗാറിൻ്റെ കണ്ണ് തുറന്നു, ഇതാ പ്രവാചക ശിഷ്യൻ്റെ കണ്ണ് തുറന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അടുത്ത ഒരു ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ എത്തിയിരിക്കുന്നു. സംഖ്യാപുസ്തകം 22:31 വാക്യം. സംഖ്യാപുസ്തകം 22:31 ഇങ്ങനെ വായിക്കുന്നു. അപ്പോൾ യഹോവ ബിലയാമിൻ്റെ കണ്ണ് തുറന്നു. യഹോവയുടെ ദൂതൻ വാളൂരിപ്പിടിച്ചും കൊണ്ട് നിൽക്കുന്നത് അവൻ കണ്ട് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു എന്ന് വായിക്കുന്നു. അതായത് ബിലയാമിൻ്റെ കണ്ണ് തുറന്നു എന്ന് വായിക്കുന്നു. സംഖ്യ 22:31. സംഖ്യാപുസ്തകം 22 മുതൽ 24 വരെയുള്ള അധ്യായത്തിൽ ബിലയാമിനെക്കുറിച്ചുള്ള ചരിത്രം വളരെ വിശദമായി എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ബിലയാം പെഥോർ ഗ്രാമത്തിൽ ജനിച്ച് അവൻ ലക്ഷണം പറയുന്നതിൽ സമർത്ഥനാകയാൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് 40 സംവത്സരങ്ങൾ കൊണ്ട് മരുഭൂമിയെ കടന്ന് മോവാബ് ദേശത്തിൻ്റെ അതിർത്തിയിൽ വന്നപ്പോൾ മോവാബ് രാജാവായ ബാലാക്ക് ബിലയാമിനെ വിളിച്ച് ഇസ്രായേലരെ ശപിക്കുവാൻ അപേക്ഷിച്ചു. ഇസ്രായേൽ യോർദാൻ നദിയുടെ താഴ്വരയിൽ പാളയമടിച്ചിരുന്നു. ബിലയാം അവരെ ശപിക്കാൻ വേണ്ടി പോകുന്നതാണ് സന്ദർഭം. എന്നാൽ യഹോവയ്ക്ക് ഇഷ്ടമുള്ള കാര്യം അല്ലായിരുന്നു അത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. തൻ്റെ ജനത്തെ ശപിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ലായിരുന്നതുകൊണ്ട് തൻ്റെ ദൂതനെ അയച്ചു ബിലയാമിൻ്റെ യാത്രയെ തടയുന്നു. ഇതാണ് ഇവിടുത്തെ ചരിത്ര പശ്ചാത്തലം. എന്നാൽ ബിലയാമിൻ്റെ വാഹനമൃഗമായിരിക്കുന്ന കഴുത ദൈവദൂതനെ കാണുവാനിടയായി തീർന്നു. താൻ പ്രവാചകനായിരുന്നെങ്കിലും തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ദൂതനെ കാണുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ദൈവം ബിലയാമിൻ്റെ കണ്ണ് തുറന്നപ്പോൾ ദൂതനെ കാണുവാനിടയായി തീർന്നു. പല പ്രാവശ്യം അതിനു മുൻപ് കഴുതയെ അടിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ കഴുതയും വാ തുറന്ന് സംസാരിക്കുവാനിടയായി തീർന്നു. അപ്പോൾ അതിനുശേഷമായിട്ട് ബിലയാമിൻ്റെ കണ്ണ് തുറന്നപ്പോഴാണ് ദൂതൻ നിൽക്കുന്നത് ബിലയാം കാണുവാനിടയായി തീർന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ കണ്ണ് തുറക്കാതെ വന്നുകൊണ്ട് ദൈവ സാന്നിധ്യത്തെ മനസ്സിലാക്കുവാൻ, ദൈവദൂതനെ കാണുവാൻ ഇടയാകാതെ വന്നത് തൻ്റെ ജീവിതത്തിലെ ഒരു പരാജയമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവികമായിരിക്കുന്ന അരുളപ്പാടുകളും കാഴ്ചപ്പാടുകളും നമുക്ക് ലഭ്യമായി കാണണമെങ്കിൽ നമ്മുടെയും ആത്മീയ കണ്ണുകളെ പ്രകാശിപ്പിക്കുവാൻ ദൈവം ഇടയായി തീരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിൻ്റെ ചരിത്രം സംഖ്യാപുസ്തകം 22 മുതലുള്ള ഭാഗങ്ങൾ നമുക്ക് വിശദീകരിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ തൊട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വിശദീകരണത്തിലേക്ക് നമുക്ക് പിന്നീട് നിങ്ങൾ പോകുക. അതിൻ്റെ ചരിത്രം വായിച്ച് മനസ്സിലാക്കി വിവരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കപ്പെടുന്നു. ഇതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പിന്നെയും പഠിക്കാനുണ്ട്. എന്നാൽ ഈ ക്ലാസ്സിൻ്റെ ഈ വാക്യത്തെ ഫിനിഷ് ചെയ്തുകൊണ്ട് ഓടിച്ച് ഞാൻ പോകുന്നു. അടുത്തൊരു ഭാഗത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം, വായിക്കാം. ലൂക്കോസ് സുവിശേഷം പുതിയ നിയമത്തിൽ നിന്നും ഒരു ഭാഗം നമുക്ക് ചിന്തിക്കാം. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 30-31 വായിക്കുന്നു. അവരുമായി ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. ലൂക്കോസ് സുവിശേഷം 24-30-31 വാക്യങ്ങളാണ് വായിച്ചത്. 24-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നാം ഈ ഭാഗം വിശദീകരിക്കേണ്ടത് ആവശ്യമാണ്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അതികാലത്ത് കല്ലറയ്ക്കത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് ഞായറാഴ്ച അല്ലെങ്കിൽ ഉയർപ്പിനെക്കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കല്ലറയിൽ നിന്നും കല്ല് ഉരുട്ടി കളഞ്ഞതായിട്ട് കണ്ടു.
അകത്ത് കിടന്നവരെ കർത്താവായ യേശുവിൻ്റെ ശരീരം കണ്ടില്ല. അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചിരിക്കുമ്പോൾ 2 പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ട് ഭയപ്പെട്ട് മുഖം കുനിച്ചു നിൽക്കുമ്പോൾ അവർ അവരോട്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മുമ്പേ ഗലീലയിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. സംഭവം നമുക്ക് വളരെ സുപരിചിതമായിരിക്കുന്ന ഭാഗമാണ്. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് ഇരിക്കുന്നു, അവൻ ഇവിടെ ഇല്ല, അവൻ ജീവിച്ചിരിക്കുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ സംഭവിച്ചിരിക്കുന്നുവെന്ന് ഇവർക്ക് മനസ്സിലായി. അതിനെക്കുറിച്ച് എല്ലാ സുവിശേഷകരിലും നമുക്ക് മറ്റ് സുവിശേഷ ഭാഗങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അന്ന് തന്നെ അതിൻ്റെ ഈ അധ്യായത്തിലെ 13-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, അന്ന് തന്നെ അവർ 2 പേർ യെരുശലേമിൽ നിന്നും 7 നാഴിക ദൂരമുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോവുകയിൽ ഈ സംഭവിച്ചതിനെക്കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് സംഭവം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അത് വായിക്കുമ്പോൾ ഇങ്ങനെയാണ്. അന്ന് തന്നെ അവരിൽ 2 പേർ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ തന്നെ മറ്റൊരു ശിഷ്യന്മാരാണ് അവർ തന്നെ യെരുശലേമിൽ 7 നാഴിക ദൂരമുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോയി യാത്ര ചെയ്തു കൊണ്ടുപോകുമ്പോൾ അന്ന് നടന്ന രാവിലെ മുതൽ നടന്നതായിരിക്കുന്ന സംഭവത്തെക്കുറിച്ച് വാദിച്ചും തർക്കിച്ചും കൊണ്ട് ഇവരിങ്ങനെ പോകുമ്പോൾ 3-ാമത് ഒരു വ്യക്തി ഇവരുടെ കൂട്ടത്തിൽ തന്നെ ചേർന്ന് നടക്കുവാനിടയെത്തുന്നു. അപ്പോൾ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ തമ്മിൽ വാദിച്ചും തർക്കിച്ചും കൊണ്ടുപോകുന്നത്? അവർ അവിടെ രേഖപ്പെടുത്തി. ഈ അധ്യായത്തിൽ ഒത്തിരി സംഭവങ്ങൾ, ഒത്തിരി സബ്ജക്റ്റ് അല്ലെങ്കിൽ വിഷയങ്ങൾ പഠിക്കുവാനുണ്ട്. എന്നാൽ അതൊന്നും ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. അവിടെയൊക്കെ പിന്നാലെ നമുക്ക് പഠിക്കാവുന്നതാണ്. അവിടെ ഇരിക്കുന്നവർ വാടിയ മുഖത്തോടെ നിന്നു. ഈ സംഭവിച്ചതിനെക്കുറിച്ച് നീ മാത്രം എന്താണ് അറിയാത്തത് എന്ന് ഉള്ളതിനെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ 19-ാമത് വാക്യം ഇങ്ങനെ, ദൈവത്തിനും സകല ജനത്തിനും മുൻപാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രായനായ യേശുവിനെക്കുറിച്ചുള്ളത് തന്നെ എന്ന് അവരോട് പറയുവാനിടയിത്തീർന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ വാദിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ 3-ാമത് വന്ന വ്യക്തിയെക്കുറിച്ച് അറിയാതെ തന്നെ ഇവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പം 3-ാമത് വന്ന വ്യക്തി തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും ന്യായപ്രമാണങ്ങളിലൊക്കെ തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വിവരിച്ചു കൊടുക്കുവാനിടയിത്തീർന്നു. അപ്പോഴൊന്നും ഇവർക്ക് ഈ 3-ാമത് വന്ന വ്യക്തി ആരാണെന്ന് മനസ്സിലായില്ല. അവരത് അറിഞ്ഞുമില്ല. കണ്ടിട്ട് കാണത്തക്ക വേണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു എന്നാണ് മുമ്പ് നമ്മൾ വായിച്ച് കേട്ടിരിക്കുന്നത്. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ചും കൂടെ മുമ്പോട്ട് ചെന്നപ്പോൾ അവരുടെ ഭവനത്തിലേക്ക് പോകുന്ന യാത്രയിൽ വഴി തിരിഞ്ഞ് പോകുന്ന സമയത്ത് ഞങ്ങൾ യാത്ര പറഞ്ഞപ്പോൾ ഞങ്ങളിവിടെ പോരട്ടെ എന്ന് ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരുവാനായിട്ട് ഈ 3-ാമത് വന്നയാളെ അവർ ക്ഷണിക്കപ്പെടുവാനിടയെത്തുന്നു. അങ്ങനെ അവർ 3 പേരും ആ ഭവനത്തിൽ ചെല്ലുവാനിടയെത്തുന്നു. ഭവനത്തിൽ ചെന്നതിന് ശേഷം അവർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ആ ഭക്ഷണം എടുത്ത് അവിടെ രേഖപ്പെടുത്തി നമ്മൾ വായിച്ച് കേട്ടത് ഇങ്ങനെയാണ്. അവൾ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു, അവർ അവനെ അറിഞ്ഞു എന്ന് വായിക്കുന്നു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി എന്ന് പറയുന്നു. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആത്മീയമായി ഒത്തിരി വിഷയങ്ങൾ ഈ സംഭവത്തോടുള്ള ബന്ധത്തിൽ പഠിക്കുവാനുണ്ട്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവൾ ഭക്ഷണത്തിരിക്കുമ്പോൾ അപ്പം എടുത്ത് നുറുക്കി അവർക്ക് കൊടുത്തപ്പോൾ അവിടെ കണ്ണ് തുറന്നപ്പോൾ, അല്ലെങ്കിൽ ആത്മീയ കണ്ണ് തുറന്ന നിമിഷത്തിൽ യേശുവിനെ അറിഞ്ഞു. അതുവരെ എന്ത് ചെയ്തു? യേശുവിനെ അവർ അറിഞ്ഞില്ല. നമ്മുടെ യാത്രയിലൊക്കെ ഇങ്ങനെയാണ്. നമ്മുടെ ജീവിതയാത്രയിൽ യേശു നമ്മുടെ കൂടെ വരുന്നുണ്ട് പലപ്പോഴും. പക്ഷേങ്കിൽ നമുക്കത് അറിയാൻ വഹിയാതെ വണ്ണം ഇരിക്കുന്നൊരു സാഹചര്യമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായിത്തീരുന്നു. എന്നാൽ വാസ്തവമായി യേശുവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കണമെങ്കിൽ, യേശുവിൻ്റെ സമീപം, യേശുവിനെ കണ്ട് തിരിച്ചറിയണമെങ്കിൽ, യേശു നമ്മുടെ ഭവനത്തിൽ ഉണ്ട് എങ്കിലും നമ്മളത് പലപ്പോഴും ഉണ്ട് എന്നുള്ള വസ്തുത അറിയാതിരിക്കുന്ന പല സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ. എന്നാൽ ആത്മീയമായി കണ്ണുകളെ പ്രകാശിക്കപ്പെടുമ്പോൾ മാത്രമേ ഉള്ളൂ യേശുവിനെ നമുക്ക് വാസ്തവമായിട്ട് അറിയാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ഈ വിഷയം കൊണ്ട് നമുക്ക് ചിന്തിക്കുവാനിടയായിത്തീരുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ നാം ചിന്തിച്ചിരിക്കുന്നത് എന്താണ്? നിൻ്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന്
എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് ഇസ്രായേൽ ജനം ഒന്നിച്ചവർ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണേണ്ടതിന്, തിരുവചന സത്യങ്ങളെ കാണേണ്ടതിന്, ദൈവിക വാഗ്ദത്തങ്ങളെ കാണേണ്ടതിന്, ദൈവപ്രവൃത്തി കാണേണ്ടതിന് ആത്മീയമായിരിക്കുന്ന നമ്മുടെ കണ്ണുകളെ തുറന്നു കിട്ടണമെന്ന് ഇസ്രായേൽ മക്കളോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. എന്താണ് ഇന്നത്തെ ക്ലാസ് നാം ചിന്തിച്ചത്? ഒന്ന്, ഹാഗാറിൻ്റെ കണ്ണ് തുറന്നു. അവൾ ഒരു നീരുറവ് കാണുവാനിടയായി തീർന്നു. ദൈവം അവൾക്ക് വേണ്ടി ഒരു നീരുറവ് തുറന്നു കൊടുത്തു. രണ്ടാമത് നാം കേട്ടത് എന്താണ്? പ്രവാചക ശിഷ്യൻ്റെ കണ്ണ് തുറന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവ സൈന്യത്തെ കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. മൂന്നാമത് നാം ചിന്തിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ബിലയാമിൻ്റെ കണ്ണ് തുറന്നു. നാലാമത് ചിന്തിച്ചത് ഈ ശിഷ്യന്മാരുടെ കണ്ണ് തുറന്നു. യേശു അടുത്ത് കൂടെ യാത്ര ചെയ്തെങ്കിലും അവരുടെ കണ്ണുകൾ തുറക്കാതിരുന്നത് കൊണ്ട് അവർക്ക് കർത്താവിനെ അറിയുവാനിടയായിത്തീർന്നില്ല. ഇതുപോലെയൊക്കെ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാൻ ഇടയായിത്തീരും. എന്നാൽ ആത്മീയമായി കണ്ണ് പ്രകാശിപ്പിച്ചു കഴിഞ്ഞാൽ, കണ്ണ് തുറന്നു കിട്ടിയാൽ ദൈവ സാന്നിധ്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിനുള്ള ബന്ധത്തിൽ എൻ്റെ ന്യായപ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് ഇസ്രായേൽ ജനത്തോട് ചേർന്ന് നമുക്കും ഈ ക്ലാസ്സിനുള്ള ബന്ധത്തിൽ നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ തുറന്നു കിട്ടുവാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ജാഗരിക്കുകയും നമുക്ക് ചെയ്യാം. ഈ വചനത്താൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഒരു വാക്കി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ലത് മനോഹരമായിരിക്കുന്ന നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അല്പം നിമിഷം തിരുവചന പഠനത്തിൽ ബന്ധത്തിലായിരുന്നല്ലോ. അവിടുന്ന് എത്രത്തോളം അനുഗ്രഹിച്ചതിനായി സ്തോത്രം. സംസാരിപ്പാൻ അടിയനെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ദൈവം നാമ മഹത്വം എടുക്കണം. പ്രാർത്ഥന കേട്ടുകയാൽ സ്തോത്രം. സകല യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. God bless you.